ഈ ബൗദ്ധ പാരമ്പര്യത്തിൽ സഫറിങ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ബുദ്ധിസത്തിലും വെസ്റ്റേൺ ട്രഡീഷനിലും വെസ്റ്റേൺ റീസെൻ്റായിട്ടുള്ള തിങ്കേഴ്സിൻ്റെ ഇടയിലും ട്രാൻസ്ലേഷനിലൊക്കെ കാണുന്നത് സഫറിങ് എന്ന് അവർ പറയുന്നത് ദുഃഖത്തിൻ്റെ ട്രാൻസ്ലേഷനായിട്ട്, ദുഃഖം എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷനായിട്ടാണ് സഫറിങ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് കരുണ അല്ല, ഒരു കൺഫ്യൂഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മവിഹാരങ്ങൾ ഒരു എൻലൈറ്റൻമെൻറ്റിൻ്റെ പാതയിലുള്ള ചില അതിനെ നയിക്കുന്ന ചില മൂല്യങ്ങളാണ് ഈ ബ്രഹ്മവിഹാരങ്ങൾ. മൈത്രി, കരുണ, ഉപേക്ഷ, ഉദിത തുടങ്ങിയ അത് ആ അർത്ഥത്തിൽ അത് ചില വെർച്യൂസ് എൻലൈറ്റൻമെൻറ്റിലേക്കുള്ള നയിക്കുന്ന ഒരു വെർച്യൂസാണ്, അതിലേക്ക് നയിക്കുന്ന ചില വെർച്യൂസാണ്. അപ്പോൾ എൻലൈറ്റൻമെൻറ്റിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യം. ബുദ്ധൻ്റെ കൺസേൺ ഞാൻ വെച്ചാൽ കമ്പാഷൻ ബുദ്ധൻ്റെ ഈ കൺസിഡറേഷനിൽ വരുന്നതിൻ്റെ ഒരു ലോജിക്കാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ വെർച്യൂസ് എൻലൈറ്റൻമെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ എൻലൈറ്റൻമെൻറ്റ് എന്താ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു തത്വം? അപ്പോൾ അത് ദുഃഖ നിവാരണമായിട്ടുള്ള, ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ്. ദുഃഖം എന്നുള്ളത് വെസ്റ്റേൺ തിങ്കേഴ്സ് സഫറിങ് എന്നാണ് ട്രാൻസ്ലേഷൻ കൊടുത്തത്. ഇത് ഒരിക്കലും പണ്ട് ഇവരായിട്ടുള്ള ഒരു എഴുത്തുകത്തിൽ ഞാനത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സഫറിങ് എന്നുള്ള രീതിയിലല്ല ഇത് എടുക്കേണ്ടത്. ദുഃഖം എന്നുള്ളത് ആക്ച്വലി ഒരു അൺഈസിനെസ്സാണ് ദുഃഖം എന്ന് പറയുന്നത്. അൺഈസിനെസ് എന്ന് വെച്ചാൽ ദുഃഖം എന്നാണ്, ദുഷിച്ച ആകാശം എന്നാണ്. മനസ്സാക്കുന്ന ആകാശം ഇരുണ്ടു പോകുന്നു എന്നുള്ളതാണ് ദുഃഖം എന്നുള്ള വാക്ക്. അതായത് ക്ലൗഡിന് ഒരു ഡാർക്ക്, കലുഷ്യമായ മനസ്സ്. ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബുദ്ധൻ്റെ എക്സ്പ്ലനേഷൻ ഇത് ക്രേവിങ് കൊണ്ടുണ്ടാവും, തൃഷ്ണ കൊണ്ടുണ്ടാവും. തൃഷ്ണ എന്ന് വെച്ചാൽ തൃഷ്ണ അനിത്യമായ നിലനിൽക്കാത്ത കാര്യങ്ങളുടെ മേലെ തൃഷ്ണ വെക്കുന്നതുകൊണ്ടാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്. അപ്പം വൃദ്ധരാകുമ്പോൾ നമ്മൾ യുവത്വത്തിൽ നിൽക്കണം ആഗ്രഹം, മരിക്കുമ്പോൾ മരിക്കാതിരിക്കാൻ തോന്നുക. അതൊക്കെ ഇത് ചില ബുദ്ധനെ സംബന്ധിച്ചിടം ഈ എൻ്റെ ജോലി പോകാന്നുള്ള അത് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല ബുദ്ധൻ പറഞ്ഞ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു കാര്യം, ഫണ്ടമെൻ്റലായിട്ട് അഭിനയിക്കുന്ന ചില കാര്യങ്ങൾ. രോഗം വരുന്ന സമയത്ത് അപ്പം
ക്ലിങ് ചെയ്യുക, ഒന്നിനൊന്നിനോട് അള്ളിപ്പിടിക്കുക. അള്ളിപ്പിടിക്കുന്നത് നിലനിൽക്കാത്ത കാര്യങ്ങളാണ്, മാറി മാറി പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ തൃഷ്ണ മാറുക എന്നുള്ളതാണ്. തൃഷ്ണ മാറുക എന്നുള്ളതാണ് ഈ ദുഃഖ നിവാരണത്തിനുള്ള ഒരു വഴി. ദുഃഖ നിവാരണ സാധ്യമാണ്. ഇതാണ്. അപ്പം ഈ ദുഃഖകാരണമായ ഈ എല്ലാത്തിനെയും അല്ലെങ്കിൽ അജ്ഞത, ദുഃഖകാരണമായ അജ്ഞതയെ ബ്ലോ ഓഫ് ചെയ്യും. നിർവ്വാണം എന്നുള്ള നിർവ്വാണം ബ്ലോ ഓഫ് ചെയ്യും. അതാണ് മോചനം, നിർവ്വാണം എന്നുള്ളത്. അപ്പം അതിലേക്കുള്ള വഴി അത് എൻലൈറ്റൻമെൻറ്റിൻ്റെ വഴിയാണ്. അതായത് ബോധോദയം. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഈ ബുദ്ധ ചില വെർച്യൂസിനെ ഉയർത്തി കാണിക്കുന്നതിൻ്റെ പോയിൻ്റാണ് ഇത്. വൈ ഈ ബ്രഹ്മവിഹാരങ്ങൾ എന്തിനാണ് ഈ ഇപ്പം കമ്പാഷൻ അടക്കമുള്ള വാല്യൂസ്, വെർച്യൂസ് എന്തിനാണ് ബുദ്ധൻ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്? അത് ഈ എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയിട്ട്. എൻലൈറ്റൻമെൻറ്റ് എന്തിനാണ്? ഈ ദുഃഖത്തിനെ ഇല്ലാതാക്കുക. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കമ്പാഷൻ, ഇതിൻ്റെ അകത്ത് കമ്പാഷൻ എന്നുള്ളത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് പ്രോമിനൻ്റ് ആണ്. എല്ലാം ഈക്വലായിട്ടുള്ള പ്രാധാന്യമാണ്. മേറ്റ എന്ന് പറയുന്ന മൈത്രി എന്ന് പറയുന്നത് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. കമ്പാഷനെ പോലെ തന്നെ പ്രാധാന്യം, അതിന് ഈക്വാലിറ്റി. അതായത് വെസ്റ്റേൺ ബുദ്ധിസത്തിലും വെസ്റ്റേൺ ഈ കമ്പാഷൻ ചിന്തയിലും, അതായത് കമ്പാഷനെ പറ്റിയുള്ള വെസ്റ്റേൺ ചിന്തയിലും കാണുന്ന ഒരു കാര്യം, അവർ വെസ്റ്റേൺ ട്രഡീഷന് അതിനോട് ഉചിതമായ രീതിയിൽ ആക്ച്വലായിട്ടുള്ള സിറ്റുവേഷനെ മനുഷ്യരെ എങ്ങനെ എൻകൗണ്ടർ ചെയ്യുക, അഭിമുഖീകരിക്കുക എന്നുള്ളത്. ഇപ്പം രോഗം, യുദ്ധം, ദാരിദ്ര്യം, പിന്നെ വിവേചനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെ നമ്മൾ കാണുന്ന ആക്ച്വലായിട്ടുള്ള സിറ്റുവേഷൻസ്, അതിനെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ കമ്പാഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അത് പ്രോപ്പർ അവരുടെ കാര്യത്തിൽ കറക്റ്റാണ്. അതായത് പക്ഷെ ബുദ്ധൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ആ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യജീവൻ തന്നെ ശൂന്യമാണ്, അതായത് അർത്ഥരഹിതമാണ്, അതിലൊന്നും നിത്യമായിട്ടൊന്നുമില്ല. അപ്പം ദുഃഖത്തിൻ്റെ പ്രധാന കാരണം തന്നെയാണ്. അതിലൊന്നും അനിത്യമായതിനോട് ഇങ്ങനെ ക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അജ്ഞതയിൽ നമ്മൾ അതിനോട് ക്ലിങ് ചെയ്യുക, അജ്ഞതയിലൂടെ. അതുകൊണ്ടാണ് ഈ ദുഃഖം മുഴുവനും, ദുഃഖം ഇങ്ങനെ ഏറി വരുന്നത്. അപ്പം ബുദ്ധൻ്റെ വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പോഴുണ്ടാകുന്ന ഇൻജസ്റ്റിസിൻ്റെ ഒക്കെ തന്നെ റൂട്ട് ഈ തരത്തിലുള്ള അജ്ഞതയായിരിക്കും. ഈ ഇൻജസ്റ്റിസ്, ഈ എന്താ പറയുക, വയലൻസ്, ഈ ദാരിദ്ര്യം, പിന്നെ നമുക്ക് പറയാവുന്ന, അതായത് വെസ്റ്റേൺ സൊസൈറ്റി കോൺക്രീറ്റ് ആയിട്ട് കാണിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ തന്നെ ഈ കമ്പാഷൻ ആവശ്യമായി വരുന്ന, അതായത് കമ്പാഷൻ അനിവാര്യമാണ് ഈ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് കാണുന്ന
കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അനിത്യതയിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കൂടി വരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പം കമ്പാഷനല്ല പ്രധാനപ്പെട്ട. അതായത് കമ്പാഷൻ എന്നുള്ള ഡിസ്റ്റിങ്ക്റ്റ് ഒന്നായി ഒരു വാല്യൂ അല്ല പ്രോമിനൻ്റായിട്ട് ബുദ്ധൻ്റെ സങ്കല്പത്തിലുള്ള. അതായത് നമ്മുടെ അജ്ഞതയെ ഈ ലോകത്ത് നമുക്ക് അതിനോട് ക്ലിങ് ചെയ്യാനുള്ള, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ടെൻഡൻസിയെ നമ്മൾ നിർത്തിവെക്കുക, അല്ലെങ്കിൽ നിർത്തിവെക്കലാണ്. അത് നീട്ടിവെക്കലും കൂടിയല്ല, നിർത്തിവെക്കൽ. അതിന് നമ്മൾ ദീക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം മെഡിറ്റേറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഈ പറഞ്ഞ ലവിങ് കൈൻഡ്നെസ്, മൈത്രി, പിന്നെ ഈ മുദിത, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തോന്നുന്നത്, പിന്നെ ഉപേക്ഷ, അതായത് അമിതമായിട്ട് ഒന്നിനും പോകാതിരിക്കുക, ഇക്വാനിമിറ്റി ഉണ്ടാകും. പിന്നെ കമ്പാഷൻ, അതായത് മറ്റുള്ളവരുടെ സഫറിങ്ങിൽ, അതായത് അതിൻ്റെ ഒരു ഭാഗമാണത്. ഈ വെർച്യൂസിലൂടെയാണ് നമ്മൾ ആ അജ്ഞതയെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഈ ടെൻഡൻസിയെ, അനിത്യമായ കാര്യങ്ങളിലേക്ക് ക്ലിങ് ചെയ്യാനുള്ള നമ്മുടെ പ്രവണതയെ നമ്മൾ അതിജീവിക്കുന്നത്. ഇങ്ങനെയാണ് ബുദ്ധൻ്റെ. ഇപ്പം ഞാൻ പറഞ്ഞ കമ്പാഷൻ എന്നുള്ളത് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പൊസിഷനായിട്ട്, വാല്യൂ ആയിട്ട് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആണ് ഞാൻ ഈ രീതിയിൽ നോക്കുന്നത്. ചോദ്യത്തിന് അഭിമുഖീകരിക്കാനാണ് അതിൽ നോക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ വേൾഡ് വ്യൂസിൻ്റെ ലോകവീക്ഷണങ്ങളുടെ ഒരു പ്രശ്നമാണ് ഈ കമ്പാഷനെ ഉയർത്തിപ്പിടിക്കുന്നതും മറ്റ് മൂല്യങ്ങൾ, ഞാനിത് പറഞ്ഞ ബ്രഹ്മവ്യവഹാരങ്ങളെ പോലെയുള്ള സങ്കല്പനങ്ങളെ മുന്നോട്ട് വെക്കുന്നതും രണ്ട് ലോകവീക്ഷണത്തിൻ്റെ പ്രശ്നം, വീക്ഷണങ്ങളുടെ പ്രശ്നം. വേൾഡ് അസെപ്റ്റീവായിട്ടുള്ള വെസ്റ്റേൺ ട്രഡീഷൻ്റെ ഒരു കാര്യമാണ് ഇന്ന് അവരെ സംബന്ധിച്ചോളം കമ്പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ഒരു ബുദ്ധിസത്തിനെ സ്വാംശീകരിച്ചതും ഈ രീതിയിലാണ്. അവരുടെ പ്രത്യേക വാല്യൂ സിസ്റ്റത്തിൻ്റെയും അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ സംസ്കാരത്തിൻ്റെ നാഗരികതയുടെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല മാനുഷിക പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങൾക്ക് വേണ്ടി അവരുടെ ഗ്രീഡും അവരുടെ തൃഷ്ണയും ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും പ്രശ്നങ്ങളും, ഭൗതികവും മാനസികവും ആയിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ലഭ്യമായ ഒരു പ്രധാന ഉപാധി അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായകമായ ഒന്ന്
കമ്പാഷനാണ് എന്നുള്ള രീതിയിലാണ് അയാൾ. അതുകൊണ്ടായിരിക്കും കമ്പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ആയിട്ട് ഈ ചർച്ചകളുടെ വരുന്നത്. പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്ന പറയും. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അഷ്ടാംഗഹൃദയത്തിലും ഈ പറഞ്ഞ പോലെ അഷ്ടാംഗഹൃദയത്തിൽ ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. എന്തേ അഷ്ടാംഗഹൃദയം അതിൽ ശ്ലോകത്തിലും പറയുന്നത്, ആദ്യത്തെ ശ്ലോകം തോന്നുന്നു, അതിൽ ഈ രാഗാതിരോഗാൻ, രാഗം തുടങ്ങിയിട്ടുള്ള ആ രോഗങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു വൈദ്യനെയാണ് ഞാൻ നമസ്കരിക്കുന്നതെന്ന് പറയുന്നത് തുടർന്ന്. അപ്പോൾ ഈ ഒരു സ്ഥാനം അതിൽ തന്നെ ഉണ്ട്. മറ്റൊന്ന് വെസ്റ്റേൺ പറഞ്ഞ പോലെ കമ്പാഷണർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഒരു നേരത്തെ പറഞ്ഞൊരു ബീയിങ് ആസ് വെയ്റ്റർ, ബീയിങ് ആസ് എ കമ്പാഷനറ്റ് ആക്ടിവിസ്റ്റ്, ഒരു ബാഡ് ഫെയ്ത്തിൻ്റെ എലമെൻറ്റിനെ, ബാഡ് ഫെയ്ത്ത് എന്ന സാർത്തർ വിളിക്കുന്ന ഒരു എലമെൻറ്റിനെ എങ്ങനെ ഇല്ലാതാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ഭയങ്കര ക്വസ്റ്റ്യനാണ്. കമ്മോഡിഫൈ ചെയ്യേണ്ടോ സംശയമുണ്ട്. ഇത് കമ്പാഷനെ ഞാനത് ആ തരത്തിലൊരു രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യപ്പെടുന്നുണ്ട്. കമ്മോഡിഫൈ ചെയ്യും. അത് ഏത് എക്സാമ്പിളായിട്ടാണ് പറയാൻ പറ്റുക? കമ്മോഡിഫൈ എന്നുള്ള ഈ തരത്തിലുള്ള ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ഒരു പ്രാക്ടീസസ് ഉണ്ടല്ലോ. മാത്രമല്ല കമ്പാഷൻ വേറെ തരത്തിലാണല്ലോ അവിടെ ഇത് ചെയ്യുന്നത്. ബുദ്ധിസ്റ്റ് രീതിയിലുള്ള ഈസ്റ്റേൺ സ്റ്റൈലിലുള്ള രീതിയിലല്ലോ അവിടെ ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇത് പോയ ആളുകൾക്ക് അതായിരിക്കാം, പക്ഷേ അത് പിന്നീട് മാറിപ്പോയി അതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. മാഷ് പറഞ്ഞ ദുഃഖം, ഇത്തരത്തിലെ വാക്കുകൾക്കൊക്കെ വരുന്നിട്ടുള്ള ട്രാൻസ്ലേറ്റഡ് അർത്ഥം തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷന് വരുന്ന അർത്ഥത്തിലൊരു വ്യത്യാസം തോന്നുന്നു. ബിബ്ലിക്കൽ കോൺസെപ്റ്റുമായിട്ട് ബന്ധമുള്ള ബിബ്ലിക്കൽ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അതിലിപ്പോൾ സഫറിങ് ആണല്ലോ, അല്ലാതെ അത് സഫറിങ്ങിൻ്റെ പല എക്സ്പ്രഷൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുമായി കമ്പയർ ചെയ്തിട്ടാണ് കമ്പാഷൻ എന്നൊരു പ്രൊജക്റ്റഡ് കോൺസെപ്റ്റായിട്ട് വരുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സങ്കല്പനങ്ങൾ ആയിരിക്കാം. പക്ഷേ ഈ വെസ്റ്റേൺ ട്രഡീഷനിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള കമ്പാഷനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഈ ക്രിസ്ത്യൻ ട്രഡീഷനിൽ വരുന്നതല്ല. ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ട്. ക്രിസ്ത്യൻ ട്രഡീഷനിലുള്ള ഇത് ട്രഡീഷനായിട്ടുള്ള ചിന്തകരുടെ ഒരു ബുദ്ധിസ്റ്റ് അഡോപ്ഷനിൽ കൂടിയിട്ടാണത്. കാരണം അത് റീസെൻ്റാണ്. ആ പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള കമ്പാഷനായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ ക്രിസ്ത്യൻ തോട്ടിൽ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കമ്പാഷൻ. പക്ഷേ റീസെൻ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു എമർജൻസ് അതായിട്ട് ബന്ധമില്ല. പകരം വെസ്റ്റേൺ ബുദ്ധിസ്റ്റിൽ കൂടിയാണ് അത് വരുന്നത്. പ്രത്യേകിച്ച് ടിബറ്റൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ, മഹായാന ട്രഡീഷൻ എന്നാണ് ഞാൻ വാദം. ശരിയാവണമെന്നില്ല. സഫറിങ് എവിടെയുണ്ട്, സഫറിങ്. പക്ഷെ അതിൽ സഫർ ചെയ്യാന്നുള്ളത് അവിടെ ഒരു വാല്യൂ ആണ്. ഇപ്പം പിന്നെ പോളിൻ്റെ ഒക്കെ എക്സാമ്പിൾ, സെയിൻറ്റ് പോളിൻ്റെ എക്സാമ്പിളിലൊക്കെ ഈ സഫറിങ് എന്നുള്ളത് ഒരു വാല്യൂ ആയിട്ട്. ജോബിൻ്റെ സഫറിങ് ഒരു ഡെഡിക്കേഷനാണ്, ഒരു ദൈവത്തോടുള്ള ഡെഡിക്കേഷനാണ് സഫറിങ്ങിൻ്റെ.
അതുപോലത്തെ ഒരു ഇത് ഇന്ത്യൻ ട്രഡീഷനിലില്ല. അവിടെ സഫറിങ്ങിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അവനവൻ്റെയും സെൽഫ് കമ്പാഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇതിൽ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. സെൽഫ് കമ്പാഷൻ, അതർ കമ്പാഷൻ, അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള സഫറിങ്. ടിബറ്റൻ ബുദ്ധിസം വഴി അങ്ങനെ പോയി എന്ന് പറഞ്ഞു. ഇതിന് സമാനമായിട്ട് നമ്മൾ യോഗ ഇതുപോലെ തന്നെ എടുക്കാവുന്ന ഒരു കാര്യം. സെയിം ഇതുപോലെ തന്നെ. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ റൂട്ട് എങ്ങനെയാണ് വെസ്റ്റേണിലേക്ക്? അത് റീസെൻ്റ് ആണ്. അതെ, അത് എങ്ങനെയാണ്? അത് ബുദ്ധിസം വഴിയല്ലല്ലോ. ബുദ്ധിസം വഴിയല്ല. അത് ഇതുപോലെ തന്നെ ഇതിനെ മാറ്റിയെടുത്ത് വെച്ചിട്ട് അതിന്റെ പല യോഗം എന്ന് പറഞ്ഞാൽ ഡിവൈൻ എന്നുള്ളത് അതിലും ഇതേപോലെ കുറെ ഉണ്ട്. ഫിസിക്കൽ മാത്രം എടുത്ത് ആസനാസ് മാത്രം എടുത്തിട്ട് അത് ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് ജിമ്മിങ്ങിന് പകരം യൂസ് ചെയ്യാനായിട്ട് അത് മാത്രമേ കൊണ്ടുപോയുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ അതെ, അതുകൊണ്ടൊരു സമാനത. യോഗ എനിക്കൊന്ന് വിവേകാനന്ദൻ്റെ ഈ അമേരിക്കൻ സന്ദർശനം ഉണ്ടല്ലോ, അതിൽക്കൂടി യോഗത്തിന് ഒരുപാട് പ്രചാരണം കിട്ടിയിട്ടുണ്ട്. യോഗ അതിന് മുമ്പ് ഉണ്ടായിരിക്കും, പക്ഷേ വെസ്റ്റേൺ സ്കോളേഴ്സിൻ്റെ ഈ സാൻസ്ക്രിറ്റ് അങ്ങനെ യോഗ പതഞ്ജലിയുടെ ഒക്കെ ട്രാൻസ്ലേഷനൊക്കെ വളരെ മുമ്പേ പോയിട്ടുണ്ടാവും. അത് യൂറോപ്പിൽ പല കാലങ്ങളിൽ, യൂറോപ്പിൽ ജർമ്മൻ ഭാഷയിലൊക്കെ ഒരുപാട് ട്രാൻസ്ലേഷൻസ് സംസ്കൃതത്തിനുണ്ടായിരുന്നു. അതിലൂടെ ഒരു കുറേ ഈ സങ്കല്പങ്ങൾ മുമ്പേ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാക്ടീസിൻ്റെ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതും റീസെൻ്റാണ്. അത് അത്ര വർഷങ്ങളൊന്നും ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഈ കൺസെപ്റ്റിൽ കമ്പാഷനേറ്റ് കെയർ എന്നുള്ളൊരു കെയറിനകത്ത് കമ്പാഷൻ ഇല്ലേ? ഉണ്ടോ? കേരള കമ്പാഷൻ ഉണ്ടോ? നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതും കെയർ ഇതുപോലെ തന്നെയാണ്. ഇതൊക്കെ അല്ല, ഇതൊക്കെ ഈ കൺസെപ്റ്റുകളൊക്കെ, ഈ സങ്കല്പനങ്ങളൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, ഓവർലാപ്പ് ചെയ്യുന്ന കൺസെപ്റ്റ്സാണ്. ഇപ്പം കെയറിങ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു അമ്മ കുഞ്ഞിനോട് കെയർ ചെയ്യുന്ന, മറ്റ് മനുഷ്യർ അടുത്തടുത്ത സുഹൃത്തുക്കൾ കെയർ ചെയ്യുന്ന, ചിലപ്പം എൽഡർലി ആയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പം കെയർ ചെയ്യുന്ന, നായ്ക്കുഞ്ഞുങ്ങളോട് നായകളോട് കെയർ ചെയ്യുന്ന, എന്നൊക്കെ ഇപ്പോഴത്തെ കെയറാണ്. ഇത് കമ്പാഷനല്ല, അത് മനസ്സിലായില്ലേ? കമ്പാഷനല്ല, കമ്പാഷനേറ്റ് കെയർ എന്ന് വെച്ചാൽ കമ്പാഷനേറ്റ് കെയർ. ഹെൽത്ത് കെയറിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എംപതി എന്നുള്ള വാക്കില്ലേ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഈ കമ്പാഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെ അത് വരും, രണ്ടും ഒരേ രീതിയിൽ കാണാം. എംപതി എന്ന് പറയുമ്പോൾ ഒരു അപ്ലൈഡ് ഒരു ഡിഫൈൻഡ്. എമ്പതി എന്നുള്ളത് സ്വയം കമ്പാഷനല്ല. എമ്പതി കമ്പാഷനിൽ അടങ്ങിയിട്ടുള്ളതാണ്. കമ്പാഷനിൽ എമ്പതി അടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, വേറൊരാളുടെ സഫറിങ്ങിൽ നമുക്കുണ്ടാകുന്ന മെൻ്റൽ എക്സ്പീരിയൻസാണ് എമ്പതി എന്നാണ്. നമ്മൾ അയാളുടെ ഷൂസ് ഇതിൽ ഇട്ട് നോക്കുകയാണ്, നമുക്ക് അനുഭവിക്കാം. അയാൾക്കുണ്ടായിട്ടുള്ള പോലെ അനുഭവം നമുക്ക് ഉണ്ടായിട്ട് ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യാം. അത് സ്വാഭാവികമായിട്ട് ഇമാജിൻ ചെയ്യാൻ വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് അസ്വാഭാവികമായിട്ട് ഇമാജിൻ ചെയ്യല്ല, സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതാണ് എമ്പതി എന്ന്. കമ്പാഷനിൽ പെടുന്നത്. കാരണം കമ്പാഷൻ എന്ന് പറഞ്ഞാൽ മച്ച് മോർ ദാൻ ദാറ്റ് എമ്പതി. അതായത് അയാളുടെ ആ സഫറിങ്ങിനെ റിലീവ് ചെയ്യാനുള്ള ഒരു വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്ന കൂടിയാണ് കമ്പാഷൻ. വെറും എമ്പതി ഉണ്ടായിരിക്കേണ്ട. എമ്പതി ഏത് കാരണത്താലും ഉണ്ടായോ അതിനെ ശമിപ്പിക്കാനുള്ള, ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക. അതാണ് കമ്പാഷൻ. പറഞ്ഞ പോലെ ആ പ്രോഗ്രാമിംഗ്
അത്ര എളുപ്പമാവില്ലല്ലോ. ഇല്ല. പ്രോഗ്രാമിംഗ് അത്ര എളുപ്പമാവില്ലല്ലോ. മാഷ് പറഞ്ഞല്ലോ മറ്റേ പ്രോഗ്രാം ചെയ്ത് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണ് തുടങ്ങിയതല്ലോ. അത് അത്ര എളുപ്പമാവില്ലല്ലോ ഇത്. പ്രോഗ്രാം ചെയ്യാനാണ്. പ്രോഗ്രാം ചെയ്യാൻ അത് വേണ്ട ആവശ്യമില്ല. കാരണം മെൻ്റൽ എക്സ്പീരിയൻസ് എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞ മെൻ്റൽ എക്സ്പീരിയൻസ് എന്തായിക്കോട്ടെ, അതിൻ്റെ റിയാക്ഷൻ മാത്രം മതി. അതിൻ്റെ റിയാക്ഷൻ മാത്രം മതി. എന്തോ ആക്ഷൻ മാത്രം മതി. ആക്ഷൻ എന്ന് വെച്ചാൽ കമ്പാഷൻ ഉണ്ടായാൽ ഒരാൾ എന്താ ചെയ്യാന്നുള്ള അത് മാത്രം മതിയാണ്. കമ്പാഷൻ ഉണ്ടായ ഒരാൾക്ക് ഉണ്ടാകുന്ന മെൻ്റൽ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമ്പാഷൻ്റെ മീനിങ്ങിൽ വരാൻ സാധ്യതയില്ല എന്നുള്ള കൺസെപ്റ്റിൽ വരാൻ സാധ്യതയില്ല. സാധ്യത ചില വരേണ്ട ആവശ്യമില്ല. നോട്ട് നെസസറി. എന്താ പറഞ്ഞത്? പറഞ്ഞതനുസരിച്ച് എമ്പതിയും കമ്പാഷനോട് താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പാഷൻ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡായിരിക്കണം. ഒരാളുടെ സഫറിങ് ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ ഇടപെടുക എന്നൊരു തരത്തിലല്ലേ കമ്പാഷൻ. എമ്പതിയിൽ ഒരു ഇമാജിനേഷൻ മതിയായിരിക്കും. ഏതാ എമ്പതറ്റിക് ആകാനായിട്ട് നമ്മൾ ആ സഫറിങ്ങിനോട് ഇമാജിനേറ്റീവ്ലി എമ്പതിയിൽ ഒരു ഇമാജിനേഷനില്ല. നമ്മളത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഒരു ഇമാജിനേഷൻ എന്നുള്ളതല്ല. നമ്മൾ ചില ഫിസിയോളജിക്കലായിട്ടുള്ള ചില അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. ഞാൻ ഓക്സിറ്റോസിൻ്റെ കാര്യം പറയണം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിഷമം ഉണ്ടാവുക, ഭയങ്കരമായിട്ട് ഡിസ്ട്രെസ് ഉണ്ടാവുക. നമുക്ക് ഒരാൾ വിഷമത്തിൽ പെട്ടു എന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രെസ്, നമ്മുടെ നമുക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമം. അതിൽ അയാളുടെ വിഷമം നമ്മൾ അനുഭവിക്കുന്ന പോലെ തോന്നുക. അതാണ് എമ്പതി എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദെയർ. കമ്പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ആക്ഷനിലേക്ക് പ്രവേശിക്കണം എന്നില്ല. അതിനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ചെയ്യണമെന്ന് നമുക്ക് അദമ്യമായ ആഗ്രഹം വരും. അയാളെ സഹായിക്കണം എന്ന് തോന്നുക. ചിലപ്പോൾ സഹായിക്കണം എന്നില്ല. ഞാൻ പണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയണം. ഞാൻ കാരടിയിലുണ്ടായ സമയത്ത് ചെറിയ ഉദാഹരണം, സാധാരണ ഉണ്ടാകുന്ന സംഭവമാണ്, പക്ഷെ എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. ഞാനൊരു റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഒരാട്, തെരുവിൽ കൂടി നടന്നുകൊണ്ടിരുന്ന ആട് പെട്ടെന്ന് കാലൊക്കെ കുഴഞ്ഞിട്ട് വീഴുക. അപ്പം പല ആളുകളും അവിടെ ഉണ്ട്. ഞാനവിടെ പെട്ടെന്ന് ഞാൻ നിന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് ഞാൻ അതിൻ്റെ നമ്മൾ അറച്ച് നിൽക്കുമല്ലോ. കമ്പാഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നില്ല. എന്നും ചെയ്യണമെന്ന് നമുക്കൊരു ആക്ച്വലി അതിനുവേണ്ടി നമ്മൾ റെഡി ആയിരിക്കില്ല. ഞാനങ്ങനെ ഒരുങ്ങുന്ന സമയത്ത്, ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്ഷമിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതേപോലെ വന്നു. ഇത് കമ്പാഷനാണ് ആക്ച്വലി. കാരണം അതിൻ്റെ സഫറിങ്ങിൽ നമുക്കുണ്ടാകുന്ന അതേ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കാം, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, വെറുതെ അവിടെ നിൽക്കാം, എന്നാലും അതും കമ്പാഷനാണ്. മോട്ടിവേഷൻ ഉണ്ട്, പക്ഷേ ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അവിടെ എമ്പതിയിൽ എന്താ പറയുക, എമ്പതി ഒരു അസുഖം പോലെയാണ്. നമുക്ക് ഡിസ്ട്രെസ് വന്നാൽ നമ്മളും അനുഭവിക്കാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ മോട്ടിവേഷൻ നമുക്കില്ല. ആ സമയത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നില്ല. നമ്മൾ അയാളെ പോലെ തന്നെ ആർക്കാണോ അത് ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം നമുക്ക് അയാൾ സംഭവിക്കുന്ന പോലെ അയാൾ അനുഭവിക്കുന്ന പോലെ ഞാൻ അനുഭവിക്കുന്നതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അതേസമയത്ത് അത് നീക്കണമെന്ന്, അയാളുടെ ആ സഫറിങ് ലഘൂകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വരുന്നില്ല. ഞാൻ അനുഭവിക്കുകയാണ്, ഞാൻ സഫർ ചെയ്യാണ്. സഫറിങ് വിത്ത് സംബഡി, അതൊക്കെ ശരിക്കും കമ്പാഷൻ്റെ ഡെഫിനേഷൻ. അത് ഈ അനുഭവിക്കുന്ന ആളുടെ ഉള്ളിൽ അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടോ? പുറത്തുനിന്ന് കാണുമ്പോഴേ അത് കമ്പാഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഈ ഇനാക്റ്റീവായിട്ട് നമ്മൾ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല.
എംപതിനെ തന്നെ കോഗ്നിറ്റീവ് എംപതിയും ഇമോഷണൽ എംപതിയും ആ രീതിയിലും കാണുന്നുണ്ട്. കോഗ്നിറ്റീവ് എംപതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റലക്ച്വലി ആ ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന, അനലൈസ് ചെയ്യുന്ന, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്ന പോലത്തെ. ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വൺ ടു വൺ കുറച്ചുകൂടെ കമ്പാഷനിലേക്ക് ആയിരിക്കും വരുന്നത്. ഇമോഷണൽ എംപതി എന്ന് പറയുമ്പോൾ അതൊരു റീസണിങ് പോലെ. പിന്നെ ഇപ്പം എനിക്ക് വേദനയായാൽ എന്നെ ഇങ്ങനെ അടിച്ചാൽ വേദനിക്കും, അതുപോലെ അയാൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേദനിക്കുന്നുണ്ടാകുന്ന ഒരു ഇൻഫറൻസ് പോലെ ഒരു കോഗ്നിറ്റീവ് ലെവൽ. മറ്റേത് ശരിക്കും ഒരു ഫീൽ റിയാക്ട്. അതല്ലേ ഇമോഷണൽ എംപതി. അതാണ് കുറച്ചുകൂടെ നമ്മൾ ഈ കമ്പാഷനിലേക്ക് പോകുന്നത്. കമ്പാഷൻ എന്നൊരു കൺസെപ്ച്വലി ഡിസ്റ്റിങ്റ്റാണ് എംപതിയിൽ നിന്ന്. എംപതി തനിയെ കമ്പാഷനിലേക്ക് പോകണമെന്നില്ല. കമ്പാഷനിൽ പോകുന്നത് വെച്ചാൽ ബീങ് മോട്ടിവേറ്റഡ് ടു ആക്ട് ഫോർ ലീവിങ് ദ സഫറിങ് ഓഫ് ദ അതർ, അത് ഉണ്ടാവണമെന്നില്ല. ഞാനത് എനിക്ക് വിഷമിക്കുന്നു, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിടുകയും ചെയ്യും, സ്ഥലം വിടുകയും ചെയ്യും. അതൊരു എംപതി തന്നെയാണ്. ഇനാക്ട് ചെയ്യാണ് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ, അത് ഇനാക്ട് ചെയ്യാം. പക്ഷേ ഞാൻ പുറത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നില്ല. കമ്പാഷൻ അതല്ല. അങ്ങനെയുള്ള ഒരു നമ്മുടെ ഒരു ഇൻസ്പൈറ്റ് ഓഫ് അവർ സെൽസ് വി ഗോ ഫോർവേഡ് ആൻഡ് ഡു സംതിങ് എന്നുള്ളതാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ആക്ഷനിലേക്ക് അത് എത്തിക്കൊള്ളണമെന്നില്ല, സാഹചര്യം ഉണ്ടാവണമെന്നില്ല. ആക്ഷനിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല എപ്പോഴും. പക്ഷെ മോട്ടിവേഷൻ ഉണ്ടാവും. അങ്ങനെ ആലോചിക്കാവുന്ന അതെന്താ ഈ സെൽഫുകളുടെ ഇടയിലുള്ള ബൗണ്ടറി ഇല്ലാതാകുന്ന ഒരവസ്ഥ. സെൽഫ് കമ്പാഷൻ അല്ല, കമ്പാഷൻ സെൽഫിൻ്റെ ആ ഒരു ബൗണ്ടറി ഇല്ലാതാകുന്ന സമയത്തല്ലേ കമ്പാഷൻ. സെൽഫ് കമ്പാഷൻ എന്നുള്ളത് ഇപ്പോൾ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ്. അതായത് നമുക്കുണ്ടാകുന്ന സഫറിങ്ങിനോട് നമുക്ക് തന്നെ നമ്മൾ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സഫറിങ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കുക. നമുക്ക് വി ആർ മോട്ടിവേറ്റഡ് ടു ലീവിങ് ദറ്റ് സഫറിങ്. അതിനാണ് സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത്. വേറെ ആൾക്ക് പകരം നമ്മൾ തന്നെ വിഷയാവും. അങ്ങനെ സെൽഫ് കമ്പാഷൻ അങ്ങനെ വേർതിരിക്കാൻ പറ്റുമോ? അതൊരു അവസ്ഥയല്ലേ. സെൽഫിൻ്റെ ആ ഒരു എന്താ പറയുക, അതില്ലാതെ വരുന്ന ഒരു അവസ്ഥയല്ലേ. അപ്പോൾ അവിടെ സെൽഫ് കമ്പാഷൻ വേറൊരാളോട് കമ്പാഷൻ വേറെ, അങ്ങനെ സെൽഫ് ഇല്ലാതാവുന്നില്ല. സെൽഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദ സബ്ജക്റ്റ് എന്നുള്ള ഏതാണോ ആരാണോ ഹൂ ഹാസ് ദ കമ്പാഷൻ എന്നാണ്. ഹൂ ഹാസ് ദ കമ്പാഷൻ എന്ന് പറയുമ്പം കമ്പാഷൻ്റെ സോഴ്സ് ഏതെങ്കിലും ഉണ്ടാവുമല്ലോ. ആ കമ്പാഷൻ്റെ സോഴ്സിനോട് തന്നെ കമ്പാഷൻ ഉണ്ടാവുക എന്നുള്ളത് സെൽഫ് എന്നുള്ള. ഇപ്പോൾ സെൽഫ് എന്നുള്ള അവിടെ റിഫ്ലെക്സീവായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു വഴിയിൽ തന്നെയല്ലേ കമ്പാഷൻ വരുന്നത്. അതിനെ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ നോക്കുമ്പോൾ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടല്ലേ വരിക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിർവ്വാണം എത്തിയില്ല, നിർവ്വാണത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ അതിന്
ആ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടില്ല എന്തിൻ്റെ ഈ നിർവ്വാണം എന്ന് പറഞ്ഞ ഇതുണ്ട്, അല്ലെങ്കിൽ വേദാന്തത്തിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയും. അതിലേക്കുള്ള ഒരു വഴിയിലല്ലേ കമ്പാഷൻ? ബുദ്ധ ട്രഡീഷനിൽ അതല്ല. നാല് വിർച്യൂസിന് ഒരു കമ്പാഷൻ എന്ന് പറഞ്ഞ ഒരു വിർച്യൂ മാത്രമേ ഇങ്ങനെ എക്സോട്ടിക്കായി ഇത്രയും ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഇത് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള വിർച്യൂസ് ആയിരുന്നു ഈ 4 വിർച്യൂസ്. അപ്പം അതിൽ ഒരു വിർച്യൂ മാത്രമേ ഇങ്ങനെ ഒരു കോൺസെപ്റ്റായി. അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞ അതായിരുന്നു. അത് വെസ്റ്റേൺ ബുദ്ധിസത്തിൻ്റെ ഒരു വഴിയിൽ നിന്നാണ് അതുണ്ടായത്. വെസ്റ്റേൺ ബുദ്ധിസത്തിൽ കൂടിയാണ് അത് യൂറോപ്പിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രത്യേകിച്ച് കമ്പാഷന് പ്രാധാന്യം കിട്ടി. അല്ല, അങ്ങനെയല്ല, അതിന് ട്രഡീഷൻ ഉണ്ട്. ഞാൻ നേരത്തെ രാവിലെ മുഴുവൻ കുറച്ച് പറഞ്ഞതാണ്. അതായത് ഈ ബോധിസത്വം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ബോധിസത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ യാത്രയിൽ അതിനെ നിർവ്വാണം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ബോധിസത്വം എന്ന് പറയും, സത്വം എന്ന് പറയുന്നത്. അപ്പം ബോധിസത്വൻ എൻലൈറ്റൻമെൻറ്റിന് വേണ്ടി എൻലൈറ്റൻമെൻറ്റിൻ്റെ ആ യാത്രയിൽ അത് എൻലൈറ്റൻഡ് ആയി കഴിഞ്ഞിട്ടും നിർവ്വാണം പ്രാപിക്കുന്നത് നീട്ടിവെക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റു മനുഷ്യരെല്ലാവരും തന്നെ എൻലൈറ്റൻഡായി കഴിയുന്നത് വരെ ഞാൻ നിർവ്വാണം പ്രാപിക്കില്ല. കാരണം നിർവ്വാണം എന്നുള്ളത് സെൽഫിഷാണ്, മനസ്സിലായില്ല, എനിക്ക് നിർവ്വാണം വേണമെന്നുള്ള. അപ്പോൾ അത് ഒഴിവാക്കി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ എൻലൈറ്റൻമെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അത് ഒരു കമ്പാഷനായിട്ടുള്ള മൂവായിട്ടാണ് കരുതപ്പെടുന്നത്. കമ്പാഷൻ ഫോർ ദ അതർ, ലെയ്റ്റി സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ അതാണ് ബോധിസത്വം എന്നുള്ള ഇത്. അപ്പം ഇത് ടിബറ്റൻ ബുദ്ധിസത്തിൽ കൂടി ടിബറ്റിനെ ചൈന ഓക്യുപ്പൈ ചെയ്ത സമയത്ത് ഒരുപാട് ബുദ്ധിസ്റ്റ് സ്കോളേഴ്സും ബുദ്ധിസ്റ്റുകളും ഒക്കെ ആശയങ്ങളൊക്കെ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വ്യാപിച്ചു ഈ ഓക്യുപ്പേഷന് ശേഷം. അപ്പോൾ അവർ ക്യാരി ചെയ്ത ഒരു ആശയം ബോധിസത്തിൻ്റെയും കമ്പാഷൻ്റെയും ആശയം. അപ്പോൾ ബോധിസത്വന് ജീസസ് ക്രൈസ്റ്റിനോട് സാമ്യത അവർ കാണുന്നുണ്ട്. അപ്പോൾ കമ്പാഷൻ എന്നുള്ള ആശയം അങ്ങനെയാണ് റീസെൻ്റായിട്ടുള്ള കാലത്ത്, അതായത് 1951 ചൈന ഓക്യുപ്പൈ ചെയ്തത് ഈ ടിബറ്റിന്. അപ്പം അതിലൂടെ ഈ ആശയം കമ്പാഷൻ എന്നുള്ള ആശയം, അതായത് ഈ ബോധിസത്വൻ്റെ ഈ തീരുമാനം, ഈ നടപടി അനുകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ഒരു ചിന്താഗതി യൂറോപ്പിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നു.
ഇതാണ് എൻ്റെ വാദം. വെച്ചാൽ അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വെസ്റ്റേൺ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആശയങ്ങൾ ഈ രീതിയിലാണ് വന്നത്. അതുകൊണ്ട് കമ്പാഷന് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ആശയമായിട്ട് ബുദ്ധിസത്തിൻ്റെ മറ്റ് എലിമെൻറ്റുകളെക്കാളും പ്രാധാന്യം കമ്പാഷന് കൊടുക്കുന്നത് അങ്ങനെയാണ്. ഈ മൂലമധ്യമ കാരിക വായിച്ചപ്പോഴേ മനസ്സിലായൊരു കാര്യം, അതിലിങ്ങനെ ഈ കൺസെപ്ച്വൽ പ്രോലിഫറേഷന് എതിരാണ് അത് മുഴുവൻ. കൺസെപ്ച്വൽ പ്രോലിഫറേഷനെ എതിരായിട്ടാണ് ഇത് മുഴുവൻ എഴുതുന്നത്. ഈ ശൂന്യമാണ്, ഈ നോബൽ ട്രൂത്ത് ശൂന്യമാണ്, സെൽഫ് ശൂന്യമാണ്, ഇങ്ങനെയാണ് എഴുതി വരുന്നത്. ഇതിങ്ങനെ എല്ലാം ശൂന്യമാവുകയാണെങ്കിൽ ഈ കൺസെപ്ച്വൽ പ്രോലിഫറേഷൻ ഒരിക്കലും സാധ്യമല്ലാത്തൊരവസ്ഥയെ കുറിച്ചാണ് അതിൽ കാണാൻ പറ്റുന്നത്. ഇതെങ്ങനെയാണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരുന്നത് എടുക്കുന്നതെങ്കിൽ ഈ കമ്പാഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൺസെപ്ച്വൽ ഓർഡറാണ്. അല്ലെങ്കിൽ കമ്പാഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് കൺസെപ്ച്വൽ ഓർഡർ അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് അല്ലാതെ നമുക്കൊരിക്കലും അതിനെ മനസ്സിലാക്കാനും പറ്റില്ല. ഈ നാഗാർജുന പറയുന്ന പോലെ ഒരുതരം അത് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ, ഒരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ, നാഗാർജുന പറയുന്ന പോലത്തെ ഒരു തരം അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ കമ്പാഷൻ അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ എല്ലാ തരത്തിലുള്ള ഈ എല്ലാം ശൂന്യമാണെങ്കിൽ, ഇപ്പോൾ സെൽഫില്ല, അതറും സെൽഫും തമ്മിൽ ഡിഫറൻസ് ഇല്ലാതാവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സഫറിങ് ഒരുമിച്ച് നമുക്ക് സഫർ ചെയ്യാം എന്നുള്ളൊരവസ്ഥ കൈവരും. സഫറിങ് എല്ലാവരുടെയും സഫറിങ് ആണെന്ന് മനസ്സിലാക്കി എല്ലാവരുടെ സഫറിങ്ങും ഒരുമിച്ച് സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു തരത്തിൽ കമ്പാഷൻ അവിടെ ചിലപ്പോൾ രൂപപ്പെടുമായിരിക്കും. അല്ലാത്ത പക്ഷം ഇത് കമ്പാഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലോഡറാണ്, ഈ കൺസെപ്ച്വൽ ലോഡറാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്കത് വായിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ കൺസെപ്ച്വലി ഓർഡർ എന്ന് പറഞ്ഞാൽ? കമ്പാഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഭാഷയുടെ പറഞ്ഞു എങ്ങനെയാണ് കമ്പാഷൻ ഉണ്ട്, ഒരാൾക്ക് കമ്പാഷൻ ഉണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഒരാൾക്ക് കമ്പാഷനാണോ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ മാത്രമേ കേൾക്കാം. പക്ഷേ നാഗാർജുനയെ പറയുന്നത് ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഒരു തരത്തിലുള്ള കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു തരത്തിലുള്ള നിർവ്വാണ പോലും ഒരു തരത്തിലുള്ള കോൺസെപ്റ്റിലേക്ക് ചെന്ന് വീട്ടിലേക്ക് അതെല്ലാം ഒഴിവാക്കുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. ഒരു തരത്തിലുള്ള കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഭാഷ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. വാക്കറീസ് വാക്കിംഗ് അങ്ങനെ വെച്ചിട്ട് അത് പറയുന്നത് അതൊരിക്കലും നമുക്ക് കൺസെപ്റ്റ് വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെയുള്ള ഒരു തരം കൺവെൻഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതിനുള്ളിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ ആക്ഷനോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ നമുക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ മനസ്സിലാക്കിയോ സംഭവിക്കുന്നത്. അത് എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം അത് കോൺസെപ്റ്റിലേക്ക് ചെന്ന് വീഴുന്നതാണ്. നാഗാർജുനയുടെ നിലപാട് നോൺ എസെൻഷ്യലിസ്റ്റിക്. അതായത് ഏത് പൊസിഷനും ആത്യന്തികമായി നിലനിൽക്കില്ല, കാരണം ഇൻട്രിൻസിക് ആയിട്ട് അതിന് ഒന്നുമില്ല എന്നാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാദത്തിനും മറ്റൊരു വാദത്തെക്കാളും കൂടുതലായി നിലനിൽക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ അങ്ങനെ അവസാനം താൻ വാദിക്കുന്നത് പോലെ തന്നെ പിന്നെ തഥാഗതനും കൂടിയില്ല, ബുദ്ധനുമില്ല, ബുദ്ധനും നിലനിൽക്കുന്നില്ല, മോക്ഷവും ഇല്ല എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇത് അസലത് പിന്നെ മൂലമധ്യമ കാരികയിലെ വിഗ്രഹ വ്യാവർത്തിനിയിൽ ഇത് വളരെ വ്യക്തമായിട്ടൊരു മെത്തേഡ് എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ
നാഗാർജുന. ഡയലക്റ്റിക്കലായിട്ടുള്ളൊരു മെത്തേഡ്. നെഗേഷൻ പിന്നെ അതിനെ നെഗേറ്റ് ചെയ്യും, അങ്ങനെ നെഗേറ്റ് ചെയ്ത് പോകുന്നു. കമ്പേഷൻ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഉയർന്നു വരുന്ന ഒന്നാണ് നെഗേഷൻ എന്നാണ് ചോദ്യത്തിൻ്റെ ധ്വനി അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ അതല്ല. പ്രത്യേകിച്ച് നാഗാർജുനൻ്റെ വാദത്തിനെ ഇവിടെ കൊണ്ടുവരാൻ തന്നെ പറ്റുമെന്ന് സംശയമാണ്. കാരണം ബുദ്ധിസ്റ്റ് ട്രഡീഷനിലെ ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ളൊരു നിലപാടാണത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ട്രെയിനിങ്ങിലൂടെ എങ്ങനെയാണ് ഒരാളെ കമ്പാഷനേറ്റ് ആക്കുക, അത് എപ്പോഴാണ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കമ്പാഷനും എമ്പതിയും തമ്മിൽ നല്ല സമാനതയുണ്ട്. കാരണം ബിഹേവിയറൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് എമ്പതിയുടെ ട്രെയിനിങ്. ഈ ബുദ്ധിസ്റ്റ് ധ്യാന രീതിയിൽ മാത്രമല്ല, കോർപ്പറേറ്റ് മേഖലയിൽ എമ്പതിയെക്കുറിച്ച് ഇപ്പോൾ ഉള്ള ഈ എന്താണ് ബാഡ്ജ് നൽകുന്ന തരത്തിലുള്ള കോഴ്സുകൾ, ടീച്ചിങ്, ഭരണം, സർവീസ്, അതിലൊക്കെയുള്ള ആളുകൾക്ക് എമ്പതിയുടെ കോഴ്സുകൾ വരുന്നുണ്ട്. ഇപ്പം 4 ഇയർ UG പ്രോഗ്രാം വന്ന സമയത്ത് ഭാവിയിൽ ഇങ്ങനെ ശാസ്ത്രജ്ഞരും പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഡോക്ടർമാരും ഒക്കെ ആവേണ്ടവർ എന്നുള്ളതൊക്കെ എല്ലാ കോഴ്സിലുള്ളവർക്ക് വേണ്ടിയിട്ട് എമ്പതിയുടെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഡിസൈൻ ചെയ്ത് പഠിപ്പിച്ചു ഇപ്രാവശ്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൽ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് മുൻകൂട്ടി സ്ക്രിപ്റ്റഡ് അല്ലാത്ത, ഉത്തരം മുൻകൂട്ടി പഠിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്ത് പിന്നെ ബ്രേക്കപ്പിനെ തുടർന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പം ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ 40 പേരും എഴുതുന്ന ഉത്തരങ്ങൾ ഒന്നിനൊന്ന് വ്യത്യാസമാണ്. അതിൽ നമ്മുടെ ഈ എമ്പതി കോഴ്സൊക്കെ എടുത്തതിന് ശേഷം എഴുതുന്ന ഉത്തരമാണ്. അപ്പോൾ നിസാർ നേരത്തെ പറഞ്ഞ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷനിൽ നിന്ന് റിയൽ സിറ്റുവേഷനിൽ എത്തുന്ന ഒരാൾ എമ്പതറ്റിക് അല്ല, നിസാർ ഉദ്ദേശിച്ച കമ്പാഷനേറ്റ് ആണ് എന്നുള്ളത് എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നുള്ളത്. കമ്പാഷനേറ്റ് ആണ് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ അതിൽ പോയിന്റ്. അയാൾ എന്ത് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരാൾ വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പം അയാളെ പിടിക്കാതിരിക്കും. കാരണം ഒരു കുട്ടി രക്ഷിതാക്കളുടെ മുമ്പിൽ വീഴുന്നത് രക്ഷിതാവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോയി കഷ്ടപ്പെട്ട് അയാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ശ്രമത്തിൽ നിന്ന് തന്നെ അയാളോട് എന്തെങ്കിലും തരത്തിലുള്ള കൺസേൺ ഉണ്ടെങ്കിൽ പിടിക്കാണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഒരു റോബോയെ പരിശീലിപ്പിക്കുന്നത് പോലെ ബിഹേവിയറലായിട്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടാൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്ന തരത്തിൽ സ്ക്രിപ്റ്റഡായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തതാണെന്നുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ഞാൻ വെറുതെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഈ എമ്പതി ഇപ്പം ഉദാഹരണത്തിന് മാനേജീരിയൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ടീച്ചേഴ്സിനൊക്കെ എമ്പതി ഉണ്ടാക്കാൻ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊരു കൺസേൺ തന്നെയാണ്. ഇപ്പോൾ എവരിഡേ ലൈഫിലുള്ള വയലൻസും ആൾക്കാരുടെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ. നിസാർ ഇടയ്ക്കൊരു സൂചനയായിട്ട് പറഞ്ഞു, ചിലപ്പം ഇങ്ങനെ ഒരു വെസ്റ്റേൺ ബുദ്ധിസത്തിൻ്റെ സോഴ്സ് തന്നെ ആവണമെന്നില്ല, കാലഘട്ടം ആവശ്യപ്പെടായിരിക്കാം കമ്പാഷൻ ഒരു പ്രസക്തമായ കാര്യമായിട്ട് ലോകത്ത് ഉയർന്നു വരുന്നതെന്നുള്ളത്. അതിനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത് വെസ്റ്റിലാണെങ്കിലും ഇപ്പോൾ ബുദ്ധിസത്തോടുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ടല്ല ഇവിടെയും എമ്പതിയിലും കമ്പാഷനിലും ഒക്കെ ആൾക്കാർ പല മേഖലയിലുള്ള ആളുകൾ തൽപരരാകുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള എന്തോ ഒരു കാര്യത്തിലുള്ള റെസ്പോൺസായിട്ടും കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ വിമർശനം. അത് വിമർശനം എന്ന് പറഞ്ഞാൽ നിസാർ പറഞ്ഞ ആ നിസാറിൻ്റെ ഊഹം ശരിയായാലും തെറ്റായാലും ഇന്നത്തെ ലോകത്ത്, അതായത് ഈ ഇങ്ങനെ ഒരു റൂട്ടിലൂടെ ആയിരിക്കാം യൂറോപ്പ് വഴി
കമ്പാഷൻ എന്നുള്ള ഒരു വിഷയം ഇന്ന് സജീവമായിട്ട് ഇവിടെയും എത്തിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അപ്രസക്താവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. കാരണം അംബേദ്കർ ഈ പറഞ്ഞതിൽ മൈത്രിയെ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് ബുദ്ധിസത്തെ പുനരാവിഷ്കരിക്കുന്നത്, അത് യൂറോപ്പിലായാലും ഇവിടെ അംബേദ്കറിനൊരു യൂറോപ്പ് റൂട്ട് ഉണ്ടാവുമായിരിക്കും അതിൻ്റെ പുറകിൽ, എന്നുവെച്ചാൽ അങ്ങനെ ഒരു ആധുനിക ബുദ്ധനെയായിരിക്കും പുള്ളി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെയല്ലേ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഒരു പാരമ്പര്യം എപ്പോഴെങ്കിലും അതിൻ്റെ ഒറിജിനിലുള്ള കൺസെപ്റ്റലായിട്ടുള്ള ഒരു ശുദ്ധത അതേപടി എന്നുവെച്ചാൽ അതൊരു കൗതുകമുണ്ട് സാർ പറയുമ്പോൾ. അതായത് എന്തുകൊണ്ട് കരുണ, എന്തുകൊണ്ട് മുദിതയോ ഉപേക്ഷയോ മൈത്രിയോ വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുമ്പോൾ അതൊരു ശുപാർശയായിട്ട് വരികയാണെങ്കിൽ അത്ര നല്ലതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ബുദ്ധിസം അതിൻ്റെ ശുദ്ധരൂപത്തിൽ തന്നെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഒന്നെടുക്കുകയാണെങ്കിൽ 3 എടുത്തേ പറ്റൂ എന്ന മറ്റുള്ളൊരു ശുപാർശയായിട്ട് വരുന്നുണ്ടെങ്കിൽ വളരെ ഇന്നോവേറ്റീവായിട്ട് ഇംപ്രവൈസേഷൻസിലൂടെ എല്ലാ ട്രഡീഷണലും ആളുകൾ നിലനിന്ന പോലെ അംബേദ്കറും വെസ്റ്റേൺ ബുദ്ധിസവും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ മീൻസ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ചിലപ്പം ബോധപൂർവം ആയിക്കൂടായികയില്ല. ഒരു ട്രഡീഷനെ നമ്മൾ ആയിട്ട് ഇടപെടുന്ന സമയത്ത് അതിനെ അങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെയല്ലേ ആ ട്രഡീഷനിൽ നിൽക്കാൻ പറ്റുക. അങ്ങനെ ഒരു എല്ലാം പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിസത്തിൻ്റെ തൃഷ്ണാനിരോധവും ദുഃഖ നിവാരണവും ഒക്കെ അതേപടി സ്വീകരിക്കാത്ത ഡിസയറിനെ കുറിച്ചും അതിൻ്റെ പിന്നെ അത്തരം കൺസേൺസിനെ കുറിച്ചുള്ള മറ്റ് സോഴ്സിൽ നിന്നുള്ള ട്രഡീഷൻസും കൂടി എത്തിക്സിൽ പ്രസക്തമായി വരുന്ന ഒരു കാലത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കരുണ എന്നുള്ള സങ്കല്പനത്തിൻ്റെ അപ്രോപ്രിയേഷൻ അത്ര തള്ളിക്കളയേണ്ടതോ അപകടകരമാണോ എന്നുള്ളൊരു സംശയമാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ശുപാർശകളൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതൊന്നും ബുദ്ധിസത്തൊന്നും ഇത്തരം കാര്യങ്ങൾ എടുത്തില്ലല്ലോ, മറ്റേതൊക്കെ എന്തിനാ എടുത്ത, അങ്ങനെയല്ല എൻ്റെ ചോദ്യം. അതുകൊണ്ട് അതെടുത്തില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഇത് എന്തുകൊണ്ട് എടുക്കാതെ അങ്ങനെ ചോദ്യങ്ങളല്ല ഞാൻ ചോദിച്ചത്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചില്ല. മാത്രമല്ല അത് പരിഗണിക്കാൻ ഈ ബ്രഹ്മവിഹാരങ്ങൾ അത് പ്രത്യേക രീതിയിലുള്ള ട്രഡീഷനാണ്. അത് ആ പാരമ്പര്യത്തിൽ നിൽക്കണം എന്നുള്ള ഒരു ശാഠ്യത്തിൽ നിന്നല്ല ഞാനിത് പറഞ്ഞു. അങ്ങനത്തെ ഒരു താല്പര്യം എനിക്കില്ലെന്ന് ഞാൻ പറയുക. ബുദ്ധിസത്തിൻ്റെ ഒരു രീതി, മൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ സ്വീകരിക്കുന്നതിൻ്റെ രീതി ഏകമുഖമായിട്ടുള്ള, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്നിനെ പ്രോമിനൻ്റായിട്ട് നിർത്തിക്കൊണ്ടുള്ള അല്ല എന്നുള്ളതാണ്. അതാണ് കാണിക്കുന്നത് കുറേ കാലഘട്ടങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അത് ഈ ചെയ്യരുതെന്നുള്ള ഒരു നിർബന്ധം എനിക്കില്ല. അങ്ങനെ വേണ്ട, കമ്പാഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കമ്പാഷൻ ആണ് വേണമെന്നോ വേണ്ടതെന്നോ കമ്പാഷൻ മാത്രമായിട്ട് വേണ്ടെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും എൻ്റെ ചർച്ചയിലില്ല. മാത്രമല്ല ഇത് ഏതെങ്കിലും ഒരു ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഒരു വാദം സ്ഥാപിക്കാനോ ചർച്ചയ്ക്ക് വിഷയമാക്കാനും കൂടി ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതാണ്. ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. കമ്പാഷനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനൊരു ആമുഖമായിട്ട് പറഞ്ഞാണ്. കാരണം ഇതൊരു ഡിബേറ്റബിൾ പോയിൻറ്റ്സ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഒരു ടെക്സ്റ്ററായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ആമുഖമായിട്ട് കാണിക്കാമെന്ന് മാത്രം. ഒരു വ്യൂ പോയിൻ്റ് ഞാൻ പറയുന്നില്ല. വ്യൂ പോയിൻ്റ് പറയാത്ത അതെന്ന് വെച്ചാൽ കമ്പാഷനെ പറ്റിയിട്ട് ഉള്ളൊരു സംഭാഷണം എന്നുള്ള രീതിയിലാണ് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുള്ളത്. അപ്പം അത് ചർച്ച ചെയ്യാന്നുള്ളതാണ്. സംശയമായിട്ട് എനിക്ക് തോന്നുന്നത്
അതായത് മൈത്രിയും കരുണയും ഇത് രണ്ടുമാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് കുറച്ചും കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളതാണ്. മറ്റത് സെൽഫ് ഡെവലപ്മെന്റിനുള്ള ഒരു ലെവലിൽ ആണോ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിപ്പോ കരുണ ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് അതിലൊരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മളത് ആൾക്കാരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഈ മുദിത പ്രാക്ടീസ് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പം അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നമുക്കത് കരുണ പോലെ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയറിലോ ഒന്നും ചിലപ്പോൾ സാധ്യമാവാത്തത് കൊണ്ടാണോ അതങ്ങനെ എടുക്കാത്തത്? അഥവാ മേത്ത അത് നമ്മൾ ഒരാൾക്കൊരു വെൽ വിഷിങ് എന്നുള്ള രീതിയിൽ വരും. പക്ഷെ മൈത്രിയും കരുണയും കുറച്ചും കൂടിയും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ പറ്റുന്നത് ആയതുകൊണ്ടാണോ അതിനെ അങ്ങനത്തെ ഇതിപ്പോൾ അംബേദ്കറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും കരുണ ഇപ്പോൾ ഹെൽത്ത് കെയറും മറ്റു സാധനങ്ങളിലെല്ലാം പറയുകയാണെങ്കിലും അങ്ങനെ വന്നിരിക്കാൻ സാധ്യതയുണ്ടോ? അതെനിക്ക് പറയാൻ പറ്റില്ല. അതായത് ഇത് ഈ തേരവാദ ട്രഡീഷനിൽ ഈ മൈത്രിയും കരുണയാണ് ഒരു പ്രോമിനൻ്റ് ആക്കി. അത് ഞാൻ പറഞ്ഞ അതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് വെൽ വിഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റേ മുദിത പ്രാക്ടീസ് ആവുന്നത് നമ്മളെ തന്നെ ആ ഒരു ജോയ് മറ്റുള്ളവരെ അതിനകത്തേക്ക് ജോയ് പ്രാക്ടീസ് ചെയ്യാനത് മറ്റവരുടെ ഒരു സന്തോഷം നമ്മൾ പങ്കിടുന്നത്. ഇതൊന്നും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇതിനകത്തേക്ക് നമ്മൾ എങ്ങനെ അത് ചെയ്യും എന്നുള്ള ഒരു ഇതും കൂടി ഇത് ഇതിന് ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനിതിന്റെ അതോറിറ്റി ഒന്നുമല്ല. ഞാൻ ചോദിച്ചത് അത് ദിലീപ് പറഞ്ഞതിന്റെ ഒരു ഇതായിട്ട്, അതായത് ഇപ്പൊ നമ്മളിപ്പം ഇത് എല്ലാം പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ കരുണ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, മൈത്രി പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ. ബട്ട് മുദിതയും മേത്തയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അത് ചെയ്യാനുള്ള വഴികളും അങ്ങനെ വരുന്നില്ല. അതിന് എനിക്ക് താല്പര്യമില്ല. കാരണം പറയാ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തോളൂ. ഇല്ലല്ല, ഇത് ഞാൻ എന്താ പറയുക, പ്രാക്ടീസ് നമ്മൾ ഇപ്പൊ മറ്റതുപോലെ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മറ്റത് രണ്ടും എങ്ങനെ നമ്മളത് ചെയ്യും എന്നുള്ളതും കൂടി. വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചതിന് ഒരു നോർമേറ്റീവായിട്ടുള്ള ഒരു ധ്വനിയില്ല. നോർമേറ്റീവ് വെച്ചാൽ എന്താവണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചില മേഖലയിലുള്ള ചില പിന്നെ കോൺട്രഡിക്ഷൻസോ അല്ലെങ്കിൽ യോജിക്കാത്ത ചില കാര്യങ്ങളോ യോജിക്കുന്നതോ ഒക്കെ ചർച്ച ചെയ്യാൻ മാത്രം. എന്താവണം എന്നില്ല, എങ്ങനെ ചെയ്യണം, എന്താവണം എന്നുള്ള കാര്യം. ഇത് രണ്ടും നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനെ അതെങ്ങനെ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അത് ഇങ്ങനത്തെ കാര്യത്തിൽ അതുകൊണ്ടാണോ എന്ന്. ഇപ്പം ഈ ഹെൽത്ത് കെയറിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ കമ്പാഷൻ എന്ത് പുതിയ സംഭവം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപാട് ടെക്നിക്കുകൾ പണ്ട് തൊട്ടേ ഉണ്ട്, ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അത് മതിയല്ലോ. അതിന് പുതിയതായിട്ട് എന്താണ് ഈ കമ്പാഷൻ എന്ന് പറഞ്ഞ സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഈ പറഞ്ഞ പല പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ആളുകൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു, ഡിപ്രഷൻ അല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ എന്ത് മെത്തേഡ് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ കമ്പാഷൻ്റെ എന്താണ് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ? ഇപ്പം ഈ ഒരുപാട് ഡിസ്കസ് ചെയ്ത് വരുന്ന കമ്പാഷനേറ്റ് കെയറിൻ്റെ അതിൻ്റെ ഒരു നീഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹെൽത്ത് കെയർ രംഗത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനെ ഈ ഹെൽത്ത് കെയർ രംഗത്ത് പ്രയോഗിക്കപ്പെടാവുന്ന ഒരു ടൂളായിട്ട് ഇതിനെ കൺസീവ് ചെയ്യുന്നത് തന്നെ ശരിയില്ല. അതെ, അതാണ് ഞാൻ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ക്ലിയറാണ്. എന്താവശ്യം ഒരുപാട് ടെക്നിക്ക്. അതുപോലെ മൈൻഡ്ഫുൾനെസ്, അത് ഇതുപോലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ് വരുന്നത് ഈ ബുദ്ധിസ്റ്റ് അതിൻ്റെ ഒരു ഇതായിട്ടാണ്. അതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള അതുപോലത്തെ ഒരുപാട് ആയിരക്കണക്കിന് ടെക്നിക്കുകൾ ഉണ്ട്. അതെന്താണ് അതിനകത്ത് പ്രത്യേകിച്ച് കമ്പാഷനേറ്റ് കെയറിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലത്. പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ മോട്ടോ ആണ് അല്ലെങ്കിൽ സ്ലോഗനാണ് കമ്പാഷനേറ്റ് കെയർ. അതെ,
ഇതെല്ലാം ഓരോ ബ്രാൻഡുകൾ, വിൽക്കാനുള്ള ഓരോ ബ്രാൻഡുകൾ എന്നുള്ളതിനപ്പുറത്തോട്ട് അതാണ് രാജകാലം പറഞ്ഞ കമ്മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അല്ല, ഇതാണ് എളുപ്പത്തിൽ പറ്റുന്നത്. ഈ സാധനത്തിനെ മാത്രം എടുത്ത് നമുക്ക് വേണമെങ്കിൽ കച്ചവടമാക്കാം. വേണമെങ്കിൽ കച്ചവടമാക്കാൻ എളുപ്പമുണ്ട്. ഇതേം മറ്റേ അല്ല, അതും ആക്കിക്കൂടാന്നില്ല. ഇനിയിപ്പോൾ നാളെ അതായിരിക്കും വരുന്നത് ചിലപ്പോൾ. അത് രണ്ടിനും അങ്ങനത്തെ ഒരു സാധനം നോക്കുമ്പോൾ അതിന് പറ്റുന്നില്ല. ഒരു ആശയത്തിനെ പല സോഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒറ്റ ഇത് വഴി തന്നെ ഇത് എതിരായിട്ട് പറയല്ല. ഉദാഹരണത്തിന് ഫെമിനിസ്റ്റ് ഫിലോസഫി ലോകത്തുണ്ടായത് പലതിലും കുട്ടികളായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടായിട്ടുണ്ട്. കമ്പാരിസൺ ഇതും ബുദ്ധിസവും തമ്മിൽ കൺവേർട്ട് ചെയ്യുമ്പോണ്ടാകുന്ന പുതിയൊരു നോഷൻ ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ഇറ്റ് ടു വൺ സോഴ്സ്. ലോകം സഫറിങ് പലതരത്തിലുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ ചിന്തകൾ തമ്മിലുള്ള കൊടുക്കലുമാങ്ങലുകളും കൺവേർജൻസും പുതിയ ഡെഫിനിഷനലി പുതിയ കൂടി പഴയ വാക്കുകൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ലൂസിയെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ ആദ്യമായി കഠിനമായി യോഗ പരിശീലിക്കുകയും ഇതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ശ്വാസത്തിനെ കുറിച്ച് ഒരു സെക്ഷൽ ഡിഫറൻസിൽ ബ്രത്ത് എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് പറയുന്നതായി കൂട്ടിച്ചേർത്തിട്ടാണ് അവർ ഈ പറയുന്ന യോഗ എന്ന് പറയുന്ന എക്സസൈസിലേക്ക് യൂറോപ്പിലായിട്ട് നമുക്ക് വളരെ കാണാം. അങ്ങനെയുള്ള ചില സഞ്ചാരങ്ങൾ നടക്കുന്നുണ്ട്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഒരു റോബോട്ടിന് ശ്വാസം കഴിക്കാൻ പറ്റില്ല. റോബോട്ടിനെ നമ്മൾ പിന്നെ ബോധിസത്വനാവാൻ വേണ്ടി എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നതാണ് പ്രശ്നം. ധ്യാനം റോബോട്ടിന് സാധിക്കില്ല, ശ്വാസമില്ലല്ലോ. അപ്പോൾ പൊതുവെ നിസാറിന്റെ തന്നെ പല ആർട്ടിക്കിളിലുള്ള ഒരു വാദമാണ് മനുഷ്യന്റെ ഉണ്മയിൽ നിന്നും വേർപെടുത്തി കാണാൻ പറ്റുന്നതല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു പ്രൊസീജിയറായിട്ട് എടുത്തിട്ട് ട്രെയിൻ ഇപ്പം കഴിവുള്ള ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല എന്നൊരു വാദം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞത് നമുക്ക് കൊണ്ടുവരാം. കാരണം ഇപ്പോൾ നാരായണഗുരു എന്തുകൊണ്ടാണ് ആത്മോപദേശ ശതകം എഴുതിയത്? മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാനോ ഉപദേശിക്കാനോ പറ്റാത്ത ഒന്നാണ് ഈ അവസ്ഥ. കരുണ എന്നുള്ള അവസ്ഥയിൽ ഒരാൾ എത്തണമെങ്കിൽ അങ്ങനെ കരുണ എന്നുള്ള അവസ്ഥയിലെത്തിയ ഒരാൾ പിന്നെ എന്ത് ചെയ്യുന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളൊരു വാദമാണ് പൊളിറ്റിക്സ്. അതുകൊണ്ട് കരുണാവാദികൾ ലോകത്തുണ്ടാകാതെ ഒരു അടി ഉണ്ടാവും. കരുണാവാദികളും ഹിംസാവാദികളും തമ്മിൽ അടി ഉണ്ടാവും. കരുണാവാദി എയും കരുണാവാദി ബിയും തമ്മിൽ അടി ഉണ്ടാവും. അതുകൊണ്ട് അതൊരു ട്രെയിനിങ് ആവുന്ന സമയത്ത് ട്രെയിനിങ് മാനുവൽ ആവശ്യമാണ്. ട്രെയിനിങ് മാനുവലിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുകയും അതിനൊരു ട്രെയിനിങ് മാനുവൽ ഉണ്ടെങ്കിൽ റോബോട്ടുകളെ പഠിപ്പിക്കാൻ പറ്റും. റോബോട്ടുകൾ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിൽ അമ്പതിയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതൊരു ഏറിയ പറഞ്ഞു. പക്ഷെ ഒരാളെ എമ്പതിയുള്ള അവസ്ഥയിലേക്കോ കരുതലുള്ള അവസ്ഥയിലേക്കോ എത്തിക്കുക, അതിന് സഹായിക്കലാണ് ട്രെയിനിങ്. ആത്മോപദേശം പോലെയാണ് ഇത്. ഇത് റോബോട്ടുകൾ ധ്യാനിക്കുന്ന റോബോട്ടിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് ക്വസ്റ്റ്യനാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലി പ്രധാനപ്പെട്ട പോയിന്റ് കരുണാകാരമായ അവസ്ഥ, വികാരമോ അവസ്ഥകളാണെങ്കിൽ ആ അവസ്ഥയിൽ ഒരാളെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മുൻകൂട്ടി പ്രടിക്കാൻ പറ്റും. അതുകൊണ്ട് ഡോക്യുമെന്റിനായിട്ട് മുൻകൂട്ടി ഒരു പദ്ധതി കരുണ നടപ്പാക്കാൻ വേണ്ടി ഒരു പദ്ധതി, ഒരു പൊളിറ്റിക്കൽ പദ്ധതിയോ ഒരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ട്രെയിനിങ് സാധ്യമാണോ? ട്രെയിനിങ് സാധ്യമാണോ? ഈ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിക് ട്രഡീഷനിലൊക്കെ ഈ പാഷനേറ്റ് ആവാനുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പം കരുണാന്നുള്ളതിനെ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഒരാൾ രാജ്യത്തിൽ കുട്ടിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഇത്ര കോഴ്സിന്റെ വർഷം അവർക്ക് കൊടുക്കുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ഇസ്ലാമിക് ട്രഡീഷനിലൊക്കെ ഇങ്ങനെ ഈ ഒരു ട്രെയിനിങ് പോലെ. അപ്പോൾ അവരത് ആചരിക്കുന്നു. അത് വൺ ടു വൺ അല്ല, അപ്പോൾ അതൊരു ട്രെയിനിങ് അല്ലേ?
റോബോട്ടല്ല, വേറെ ഒരു റോബോട്ടിന് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ എനാബിൾ ചെയ്താൽ ചെയ്യാൻ പറ്റില്ല. പൈസ അതൊരു പ്രാക്ടീസാണ് എന്നുള്ളതല്ലാതെ അതൊരു ചെയ്യാൻ പറ്റുന്നതാണ് അതായത് മതവിശ്വാസിയെ പോലെ ഒരു റോബോട്ടിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുന്നത് ഈ പറഞ്ഞതിൽ പറ്റുമോ? പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ റോബോട്ടിന് ചെയ്യാൻ പറ്റും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റാത്തത്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതെല്ലാം അതിനെ ട്രെയിൻ ചെയ്തു വരും, കൃത്യമായി പ്രസിഷനുള്ള കാര്യങ്ങൾ. നോയമ്പെടുക്കാൻ ശ്വാസം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുസരിച്ചിട്ടാണ്. ഔട്ട്പുട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഈ എമ്പതറ്റിക് ആക്ഷൻ എന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമായിരിക്കും. അതിൻ്റെ ആക്ഷൻ ഓറിയൻറ്റഡ്, ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കൃത്യമായി പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഇത് കരുണയെ ഡിഫൈൻ ചെയ്യുന്നത്, കമ്പാഷൻ ഡിഫൈൻ ചെയ്യുന്നത് അൺപ്രഡിക്റ്റബിൾ, നേരത്തെ ദിലീപ് പറഞ്ഞ അതുപോലെ ആകുമ്പോൾ അങ്ങനെ പ്രോഗ്രാം പറ്റില്ല. പ്രാക്ടീസ് ഒരു ഇൻഫോർമൽ ട്രെയിനിങ് ആണ്. പ്രാക്ടീസ് എന്ന് പറയുന്നത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ഒരു പ്രാക്ടീസിൽ തുറന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഫോർമലല്ലാത്ത ട്രെയിനിങ് കിട്ടുക എന്നാണ്. അപ്പം തീന്മേശ മര്യാദ എന്ന് പറയുന്നത് നമ്മൾ ഫോർമലായിട്ട് ട്രെയിൻ ചെയ്യുന്നില്ല, അത് പ്രാക്ടീസാണ്. പക്ഷെ അത് പറ്റിയ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റിവിറ്റി ഉണ്ട്. ആളുകൾ, കുട്ടികൾ അല്ലെങ്കിൽ പുതിയ ജനറേഷനോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരാണ് ആയാലും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാകും. സോ അത് ട്രെയിനിങ് ഇല്ല. ഇപ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി, സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പറഞ്ഞ വേറെ മറ്റാളുകൾ ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കഴിക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പ്രാക്ടീസിലൂടെ അത് ആർജിച്ച് അങ്ങനെ ആർജിക്കുന്നത്. അതാണോ കമ്പാഷൻ? അല്ലല്ലോ, കമ്പാഷൻ അതല്ല ഞാൻ പറഞ്ഞ. കമ്പാഷൻ ആണോ എന്നുള്ള അല്ല. കമ്പാഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കൺസേൺ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. അങ്ങനെയാണ് കമ്പാഷനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് കമ്പാഷൻ എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. പുത്രൻ ചോദിക്കും, പുത്രൻ്റെ സംശയങ്ങൾ. പുത്രൻ കുറേ കമ്പാഷനെ പറ്റിയിട്ട് ഗവേഷണങ്ങളൊക്കെ നടത്തിയല്ലേ. എന്താ പുത്രൻ്റെ സംശയങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ പറയും, ചോദിക്കും. സംശയങ്ങളിലേക്ക് വരുന്നതായിരിക്കും. പുത്രന്റെ സംശയങ്ങൾ പറയുന്നത് പുത്രന്റെ സംശയം ആമുഖങ്ങൾക്ക് ശേഷം എന്താണ്? ആമുഖത്തിന് ശേഷം എന്താ പറയുക? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഈ വെസ്റ്റേൺ ബുദ്ധിസത്തിൻ്റെ വഴിയിലൂടെ കമ്പാഷൻ വന്നു എന്നുള്ളത്, അങ്ങനെ ഒരു വാദം കൊണ്ടുവന്നാൽ കമ്പാഷൻ മോശമാണെന്നുള്ള അർത്ഥമില്ല. കമ്പാഷൻ വേണ്ടാന്നതിലും അർത്ഥം ഉണ്ടാകുന്നില്ല. കമ്പാഷൻ ഇന്നത്തെ സിഗ്നിഫിക്കൻസോട് കൂടിയിട്ട് വെസ്റ്റേൺ ലോകത്ത് അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള വാദം. പക്ഷെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയതുകൊണ്ട് അതത്ര പ്രാധാന്യമുള്ളതല്ല എന്നല്ല വാദം. അത് ആവശ്യമില്ല എന്നും പറയുന്നില്ല, അങ്ങനത്തെ വാദങ്ങൾ കൊണ്ടുവരുന്നില്ല. പിന്നെ രണ്ടാമത്
ബൗദ്ധ ട്രഡീഷനിൽ, അതായത് നിലനിൽക്കുന്ന ബൗദ്ധ ട്രഡീഷനിൽ അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്ന അവർ പഠിപ്പിക്കുന്ന ബൗദ്ധ ട്രഡീഷനിൽ കമ്പാഷൻ എന്നുള്ളത് ഒറ്റക്ക് നിൽക്കുന്ന ഒന്നല്ല, പല മൂല്യങ്ങളുടെ ഇടയിലൊന്നായിട്ട് എന്ന് പറയുന്നതുകൊണ്ട് കമ്പാഷൻ വേണ്ട എന്നും ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായി? ആ വാദം കൊണ്ടുവരുന്നു. കമ്പാഷൻ അപ്പം എങ്ങനെ വേണം എന്ന് പറയാൻ പറ്റും. അപ്പം എങ്ങനെയാണ് കമ്പാഷൻ വേണ്ടത്? ഞാൻ പല സന്ദർഭങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അത് വീണ്ടും ഇവിടെ ആവർത്തിക്കേണ്ട. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് അതിന് ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോയാൽ, അതിന് പഠിക്കുന്ന പോയാൽ, അതിന് സ്റ്റെപ്പ് പുറകോട്ട് പോയാൽ യൂറോപ്യൻ ലൈഫ് വേൾഡും സോഷ്യൽ സയൻസ് പ്രത്യേകിച്ചും ഒരു ക്രൈസിസിനെ നേരിടുമ്പോൾ യൂറോപ്പിൽ നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള സോഴ്സിൽ നിന്നുള്ള ചില കൺസെപ്റ്റ്സ് അവർ അതിൻ്റെ പുനരുപയോഗത്തിലേക്ക്, പുതിയ ഉപയോഗങ്ങളിലേക്ക് അവർ വരുന്നുണ്ട്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല. ഉദാഹരണത്തിന് സോഷ്യൽ സയൻസിലുള്ള ഒരു ഡാറ്റയിൽ എത്തിയ സമയത്ത് ഫിനോമിനോളജിക്കൽ ലേണിംഗിന്റെ ഭാഗമായിട്ട് മൈത്രി അല്ലെങ്കിൽ വിവിധ സോഷ്യാലിറ്റീസ് തമ്മിലുള്ള മൈത്രി എന്നുള്ള തരത്തിലുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിട്ടില്ല. സോഷ്യൽ സയൻസിൽ തന്നെ റീഇൻവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റിലേക്ക് ഗോപാൽഗുരു അതിനോട് പല യൂറോപ്യൻ ചിന്തകരും അനുഭവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണും. അതൊരു ക്രൈസിസിൽ, ഒരു ഭാഷ നേരിടുന്ന ചിന്താപാരമ്പര്യങ്ങൾ നേരിടുന്ന ക്രൈസിസിൽ അവർ സ്വയം റീഇൻവെന്റ് ചെയ്യാൻ വേണ്ടി ബോധപൂർവം തന്നെ എനിക്ക് തോന്നുന്നു അപ്പടി സിഎറ്റിന് പകരം ഇന്ന് സ്വന്തം ഭാഷയെ നവീകരിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യങ്ങളിലേക്ക് പുതിയ മറ്റ് യൂറോപ്യൻ കൂട്ടത്തിൽ ഇതിലെയും ഉപേക്ഷയും പിന്നെ കരുണയും മൈത്രിയും പകരം കരുണയെ വേറെ ചില കോൺസ്റ്റലേഷൻസിന്റെ ഭാഗമായിട്ടൊക്കെ റീഇൻവെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് വളരെ ക്രിയേറ്റീവും വളരെ എന്താ പറയുക ആരോഗ്യകരമായിട്ടുള്ള ഒരു ട്രെൻഡായി കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ആയിക്കൂടെ എന്തെങ്കിലും സാധ്യത ചെയ്യുന്നുള്ള കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. ആക്ച്വലി ഈ കമ്പാഷൻ്റെ പുതിയ സാങ്കത്യം അല്ല, പുതിയ ഒരു അവതാരം ഈ വെസ്റ്റേൺ തിങ്കിങ്ങിൽ വന്ന അത് ആക്ച്വലി ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള സാധനമല്ല, അതന്നെ ഡിസിപ്ലിനായത്. അതുണ്ടാക്കിയതാണ്, പുതിയൊരു മേഖലയിൽ തന്നെ തുറന്നു വെക്കുകയാണ്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും മേഖലകളായിട്ട് ഇതിൻ്റെ അകത്ത് ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ ഇത് തന്നെ ഒരു മേഖലയായിട്ട് മാറുകയാണ്. കമ്പാഷണൽ സ്റ്റഡി എന്നുള്ള മേഖലയായിട്ട് മാറുക. അത് കുറേ സ്കോളേഴ്സിൻ്റെയും പല ചിന്തകന്മാരുടെയും താല്പര്യങ്ങൾ, അവരുടെ കമ്മിറ്റ്മെൻറ്റിൽ കൂടിയിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പുതിയ പുതിയ ആളുകളാണ്, പുതിയ സ്കോളർ. പോൾ എക്മാനെ പോലുള്ള ആളുകൾ അത് അയാളുടെ ഒരു ബോധിസത്തിനെ പോലെ അയാൾ തന്നെ സ്വയം വിചാരിക്കുക, അയാളൊരു ബോധിസത്തിനാവാനുള്ള ശ്രമം പോലെയാണ് അയാളുടെ ജീവിതത്തിനെ കാണുന്നത് ബുദ്ധ. അപ്പോൾ അതൊരു ന്യൂ ഇവൻ്റാണ്. അതൊരു നിലനിൽക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളതല്ല. അയാൾ കൺവെർട്ട് ചെയ്യുകയാണ്, ഒരു ചിന്താഗതിയിലേക്ക് കൺവെർട്ട് ചെയ്ത് പുതിയൊരു, ഇപ്പം കമ്പാഷനെ പറ്റി ഒരു പുതിയ ചിന്ത അയാൾ ഉണ്ടാക്കുക, ഈ ഗ്ലോബൽ കമ്പാഷൻ എന്നുള്ള ആശയം ഉണ്ടാക്കുക. അങ്ങനെ നിരവധി ആളുകളുണ്ട്, പോൾ എക്മാനെ പോലെയുള്ള പല ആളുകളുണ്ട്. അപ്പോൾ ഒരു ഏരിയ ഉണ്ടാകും തുറന്നു വരിക, ഒരു പുതിയ റിസർച്ച് ഏരിയ. ഞാൻ പറയണ്ട, അത്രയും റിസർച്ച് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഏരിയ ആണ്. തുടർന്ന് വരുന്ന പാശ്ചാത്യ ചിന്തയുടെ ഒരു സ്വഭാവങ്ങൾ ഇതിലില്ലേ? കാരണം ഇത് വളരെ സെക്യുലറൈസ്ഡ് വാല്യൂ ആയിട്ടാണ് കമ്പാഷണൽ മനസ്സിലാക്കുന്നത്.
യോഗയാണെങ്കിലും പ്രാണായാമം, ശ്വാസം ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട വിഷയം വരുന്നില്ല. ആ ഒരു വാല്യൂവിനെ പ്രൊജക്ട് ചെയ്യാണ്. പിന്നെ സൂചിപ്പിച്ച പോലെ സിവിലൈസേഷണൽ ക്രൈസിസിനെ പരിഹരിക്കാനുള്ള ചില അവർ ഈ നാഗരികത നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് വ്യവസ്ഥിതിയെ അഡ്രസ് ചെയ്യാതെ ഇങ്ങനെയുള്ള ചില സാധ്യതകളെ അന്വേഷിക്കുക കൂടിയാണ്. അതിനകത്തൊരു സെക്യുലർ കണ്ടന്റ് തുടരുന്നുണ്ടെന്ന് അതുണ്ട്. സെക്യുലർ രീതിയിൽ തന്നെയാണ്. ബുദ്ധിസത്തിൻ്റെ തന്നെ ഒരു സെക്യുലർ ഡയമെൻഷനാണ്. ദൈവം ഇല്ല. പക്ഷെ അത് പിന്നെ വജ്രയാന ട്രഡീഷണൽ റിച്വൽ അങ്ങനെയുള്ള സാധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ്. വജ്രയാന ട്രഡീഷണൽ ഭയങ്കര റിച്വലിസ്റ്റിക്കും അങ്ങനെയുള്ളൊരു ഇതുണ്ട്. ബുദ്ധിസ്റ്റ് ട്രഡീഷനും മഹായാന, തേരവാദ, വജ്രയാന, അങ്ങനെ ഹീനയാന, അങ്ങനെ പല ഇതുണ്ടല്ലോ. ഹീനയാന വെച്ചാൽ ഇത് തന്നെ, വജ്രയാന തന്നെ ഹീനയാന. ഇതിൽ ഇല്ല ഇല്ല ഇല്ല, ഭൂരിഭാഗം ആളും ചെയ്യുന്നില്ല. ഈ യോഗ മോദിയാണ് ലോകത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ എക്സസൈസ് യോഗയെ ഇന്ത്യയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, അല്ലാതെ യൂറോപ്പല്ല. ഇന്ത്യയാണ് ലോകത്തിലേക്ക് വേൾഡ് യോഗ ഡേ കൊണ്ടുവന്നത്. അവരാണ് ഇതിലൊരു ആർക്കും ചെയ്യാവുന്ന ഫിസിക്കൽ എക്സസൈസ് ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഇന്ന അസുഖങ്ങൾക്കുള്ള മരുന്ന് പോലെ ഇങ്ങനെ എക്സസൈസ് മാത്രം എന്നുള്ള രീതിയിൽ പ്രിസ്ക്രിപ്റ്റീവായിട്ട് അതൊരു മെഡിസിനൽ അങ്ങനത്തെ ഇന്ന് അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ അങ്ങനെയാണ് ചോദിക്കുന്നത്, എനിക്ക് ഇന്ന അസുഖത്തിന് ഇന്നത് മാത്രം. അപ്പൊ അതൊരു ജിമ്മിങ്ങിന് ചില ആൾക്കാർ അതിനെ അവർക്ക് മറ്റ് സിസ്റ്റത്തിലൊന്നും പോയിട്ട് പാരമ്പര്യത്തിൽ ചെന്ന പോലെ അവരങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കുന്നത്. യൂറോപ്പിനോട് ഒരു യാത്ര ഉണ്ടായി. യാത്ര നടത്തുന്നത് ഏറ്റവും മോഡേണായിട്ടുള്ള വണ്ടീൻ്റെ മേലെയാണ്. ഏറ്റവും പുതിയ മോഡൽ വണ്ടീൻ്റെ മേലെയാണ് അത് ജഡം ഉണ്ടാക്കി ഇതിൻ്റെ മേലെ വെച്ചേക്കുന്നത്. പക്ഷേ